ഹലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാട്ടാ. നിങ്ങൾ ഈ ന്യൂസ് കേട്ടിരുന്നോ? 8, 9, 10 ക്ലാസ്സിലേക്കൊക്കെ പോകണമെങ്കിൽ എഴുതുന്ന എക്സാം ജയിച്ചെങ്കിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലായോ? അതായത് 7ാം ക്ലാസ്സിൽ നിന്ന് 8ലേക്ക് ജയിക്കണമെങ്കിൽ മിനിമം മാർക്കെങ്കിലും വാങ്ങി പരീക്ഷ ജയിക്കണമെന്നാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഇത് നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, അയ്യോ ഇത് ചീത്ത കാര്യമാണ്, ഞങ്ങൾക്ക് ഇത് വിഷമമായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണെന്നറിയോ? നല്ല മടിയുള്ളതാണ്. നിങ്ങളുടെ പ്രായത്തിൽ ഞാനും വലിയ മടിയനായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഞാനിപ്പോൾ നിങ്ങളെ കൂടെ പഠിക്കാൻ കരുതും കേട്ടോ. 7ലോ 8ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ഞാൻ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കുരുത്തക്കടക്കായിട്ട് നടക്കുകയാണ്. പുസ്തകമൊക്കെ വായിക്കാൻ ഭയങ്കര മടിയാണ്, എഴുതാൻ മടിയാണ്, ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, നല്ല പഠിപ്പിച്ചുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അവർ പഠിക്കട്ടെ, നമുക്ക് പഠിച്ചില്ലെങ്കിലും ജയിക്കാൻ പറ്റുമല്ലോ. അതായിരുന്നല്ലോ ഇതുവരെയുള്ള നമ്മുടെ സ്കൂളിലൊക്കെ ഒരവസ്ഥ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും, ഒന്നും പഠിക്കില്ല. നമ്മൾ ടീച്ചേഴ്സിൻ്റെ കടലൊക്കെ കൂടിയിട്ട് തട്ടിമുട്ടിയൊക്കെ 8ാം ക്ലാസ്സിലേക്ക് പോകും. അവിടെ നിന്ന് ഒരു വർഷം എങ്ങനെയോ തള്ളി നിൽക്കും, 9ലേക്ക് പോകും. വീണ്ടും അവിടെ നിന്ന് നമ്മൾ 10ലെത്തും. 10ലെത്തിക്കഴിഞ്ഞാലോ നമുക്ക് 10ാം ക്ലാസ് എക്സാം ജയിച്ചെങ്കിൽ മാത്രമേ +1ലേക്ക് പോകാൻ പറ്റുള്ളൂ. തോറ്റു കഴിഞ്ഞാലോ, തോറ്റാൽ വീണ്ടും എഴുതണം 10ാം ക്ലാസ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല, ഞാനും അത്യാവശ്യം മടിയനായിരുന്നു. പക്ഷേ 10ലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കുറച്ചെങ്കിലും പഠിച്ചതുകൊണ്ട്, 8, 9 പഠിച്ചതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പാസ്സാവാൻ പറ്റി 10ാം ക്ലാസ് എന്നുള്ളത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അസുഖം വന്നു കാലിന്. ഇങ്ങനെ അസുഖം വന്നപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാ കുട്ടികളെയും 4ാം ക്ലാസ് കൊണ്ടിരുത്തും. അത് കഴിഞ്ഞ് 5ലേക്കും 7ലേക്കും ഒക്കെ കൊണ്ടുപോകും. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവന് 3ാം ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നും വന്നിട്ടില്ല, കാലിന് വയ്യാത്തതുകൊണ്ട്, അതുകൊണ്ട് അവനെ കൊണ്ടുപോയി ഇരുത്തണ്ട, അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ, 3ാം ക്ലാസ്സിൽ ഒരു കൊല്ലം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് അവിടെ അല്ലേ 1 മുതൽ 2 മുതൽ 3 വരെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ 4ലേക്ക് പോവാണ്, ഞാൻ മാത്രം 3ാം ക്ലാസ്സിൽ. ഭയങ്കര വിഷമമായി. പിന്നെ അവർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി, ഞാൻ വിഷമത്തോടെ ഇരുന്നു. പക്ഷെ എനിക്ക് കുറേ കൂട്ടുകാർ പിന്നെ വന്നു, എൻ്റെ ക്ലാസ്സിലേക്ക് ഒരുപാട് കുട്ടികൾ വന്നു. 4ാം ക്ലാസ്സിലല്ല, 3ാം ക്ലാസ്സിൽ കേട്ടോ. 4ാം ക്ലാസ്സിൽ എൻ്റെ പഴയ കൂട്ടുകാർ, 3ാം ക്ലാസ്സിൽ എൻ്റെ പുതിയ കൂട്ടുകാർ. അപ്പോൾ എനിക്ക് 2 ക്ലാസ്സിലും കൂട്ടുകാർ. നല്ല രസം. ഞാനപ്പോൾ വീണ്ടും അത്യാവശ്യം കളിയും ചെയ്യൊക്കെ ആയിട്ട് നടന്നു. ഇപ്പോൾ 4ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ നമ്മൾ അവിടെ കൂടെ പോയിരുന്നു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പം എനിക്ക് മനസ്സിലാവും, കുഞ്ഞു മക്കളൊക്കെ അല്ലേ. പക്ഷെ അന്നത്തെ എൻ്റെ പ്രായം വെച്ച് ബുദ്ധി വെച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ നിങ്ങൾ 7ലാണ് പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിലെ ബുക്ക് നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? അതുപോലെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ 4ാം ക്ലാസ്സിലേക്ക് എത്താൻ നന്നായി. കാരണം 3ാം ക്ലാസ്സിലാണെങ്കിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന ദിവസങ്ങളിൽ പഠിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. അപ്പോൾ അച്ഛനമ്മ എടുത്ത തീരുമാനം നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. കാരണം പുതിയ കൂട്ടുകാരെ കിട്ടി, പഴയ കൂട്ടുകാർ ആ സ്കൂളിൽ തന്നെ ഉണ്ട്. കൂടെ അറിയാത്ത കുറേ കാര്യങ്ങൾ, പഠിക്കാത്ത കുറേ കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അത് പഠിച്ചിട്ട് അടുത്ത വർഷം ഞാൻ 4ാം ക്ലാസ്സിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ സ്കൂളിൽ പോയി, ഞാൻ അവിടുത്തെ സീനിയറായി. 4ാം ക്ലാസ്സുള്ള കേട്ടോ, അവിടുത്തെ സീനിയറായി. അങ്ങനെ 3ാം ക്ലാസ്സിൽ ഒന്നും അറിയാത്തതിന് പേരിൽ അവിടെ തന്നെ പഠിച്ചതുകൊണ്ട് 4ാം ക്ലാസ്സിലേക്ക് സുഖമായിട്ട് നല്ല മാർക്ക് ജയിച്ചു. അവിടെ നിന്ന് പിന്നെ 5, 6 അങ്ങനെ പോയി. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി 7ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്, 8ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ ഇത്രയും വർഷം ജയിപ്പിച്ച പോലെ മുകളിലെ ക്ലാസ്സിലേക്ക് ജയിപ്പിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കുക. കാരണം എന്താണെന്നറിയോ? 7ൽ പഠിക്കാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ അറിയാണ്ടാണ് 8ൽ പോകുന്നത്. 8ലും നമുക്കത് വളരെ ബുദ്ധിമുട്ടാവും. അതിങ്ങനെ കണക്ട് ചെയ്ത് നമ്മളെ 10 വരെ കൊണ്ടുപോകും. 10ലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് 7 മുതൽ ഒന്നും അറിയില്ല. 10ാം ക്ലാസ്സിലെല്ലാം കൂടെ അരച്ച് കലക്കി തൊണ്ടയിലാക്കാൻ പറ്റുമോ? പറ്റില്ല, എളുപ്പമല്ല. അപ്പോൾ നമ്മളവിടെ ചിലരൊക്കെ മാർക്ക് കുറയും. അപ്പം ചില പരീക്ഷ തോൽക്കുമ്പോൾ വീണ്ടും എഴുതി പാസ്സാവും ചില ആളുകൾ. പക്ഷെ ചില ആളുകൾ 10 തോറ്റു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകില്ല. അങ്ങനെയും കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആരും കുറ്റം പറയില്ല കേട്ടോ, ചിലർ മടിയന്മാരാണ്. ഞാനൊക്കെ പിന്നെ എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായി പോയി 10ാം ക്ലാസ്. അങ്ങനെ കുഞ്ഞു മാർക്കുള്ളൂ, പാസ് മാർക്ക്, അതുകൊണ്ട് പാസ്സായി, ചെറിയ ക്ലാസ് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ 6ലോ 7ലോ 8ലാണെങ്കിൽ പഠിക്കാനുള്ളത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഇനി ജസ്റ്റ് പാസ്സായാലും വീണില്ല. ജസ്റ്റ് പാസ്സായാലും നിങ്ങളെ മനസ്സിലാക്കും. പക്ഷെ അതിന് കുഞ്ഞ് മാർക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ മാർക്ക് അതിന് താഴെയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കാൻ തയ്യാറാകും.
മനസ്സുകൊണ്ട് വിഷമിക്കരുത്. കാരണം നമുക്ക് പുതിയ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ വരും. ഒന്ന്, അതുപോലെ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് മുകളിലെ ക്ലാസ്സിലേക്ക് പോവാം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. ഒന്നും അറിയാതെ നമ്മൾ മുകളിലെ ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? കഷ്ടപ്പാടല്ലേ. അപ്പോൾ ആരും കളിയാക്കുമെന്നോ ഞാൻ തോറ്റുപോയെന്നോ ഒന്നും ചിന്തിക്കരുത്. അതിന് 10ാം ക്ലാസ് പരീക്ഷ തോറ്റാൽ ചില പൊട്ടന്മാരും പൊട്ടത്തിലുണ്ട്. 10ാം ക്ലാസ് പരീക്ഷകൾ തോറ്റു കഴിഞ്ഞാൽ അമ്മ പോയി ആത്മഹത്യ ചെയ്തു. എന്താണ് അവർക്ക് ഭ്രാന്ത്? നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തത്. പരീക്ഷ, ഞാനൊരു ഉദാഹരണം പറയാം. ഇതൊക്കെ കുഞ്ഞു പരീക്ഷ, 7, 8, 9, 10 കുഞ്ഞു പരീക്ഷയാണ്. ഈ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടും എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ എൻട്രൻസ് എക്സാം എഴുതും വലിയ വലിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ. ഇവര് ഒരു വർഷം എഴുതും, വലിയ പൈസ കൊടുത്ത് പഠിക്കും, തോൽക്കും. കുറച്ചാൾക്കാരെ ജയിക്കുള്ളൂ, എന്തായാലും തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ അവര് എന്താ ചെയ്യുക? ആത്മഹത്യ അല്ലേ ചെയ്യുക. നീറ്റ് എൻട്രൻസ് ഒക്കെ എക്സാം അങ്ങനെയാണ്, നീറ്റ് എന്നൊക്കെ പറയും. ഇത് എഴുതി തോറ്റു കഴിഞ്ഞാൽ അടുത്ത പോലെ വീണ്ടും ഇരുന്ന് പഠിക്കും ഇതേ പരീക്ഷ. എന്താണ് അവർ പഠിച്ചിട്ട് അവർക്ക് മനസ്സിലാവാതെ പോയത്, അവർ ഏതിലാണ് തോറ്റെന്ന് നോക്കിയിട്ട് വീണ്ടും അത് പഠിക്കും. അപ്പോൾ കിട്ടൂല. ചിലത് ഇനിയും ബാക്കിയുണ്ടാവും, ചിലർക്ക് പിന്നെയും കിട്ടും. അപ്പൊ അവർ വീണ്ടും 3 വർഷം 4 വർഷം 5 വർഷത്തെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പഠിച്ച് അവർ എൻട്രൻസ് എക്സാം പാസ്സാവും, അല്ലെങ്കിൽ നീറ്റ് എക്സാം പാസ്സാവും. പിന്നെ അവർ നല്ല കോളേജിൽ മാർക്ക് അടിസ്ഥാനത്തിൽ സീറ്റൊക്കെ മേടിച്ച് പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് നമ്മളെ മുന്നിൽ വരും. അങ്ങനെ വലിയ വലിയ എക്സാം വരെ 4-5 പ്രാവശ്യം തോറ്റിട്ടാണ് ഓരോരുത്തർ ഡോക്ടർമാരും എഞ്ചിനീയർമാരെ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ നമ്മൾ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നാൽ എന്തിനു വിഷമിക്കണം? അപ്പോൾ ഈ ന്യൂസിന് എൻ്റെ അഭിപ്രായം എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു നല്ല അഭിപ്രായം. എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയാത്ത വിഷയങ്ങൾ വീണ്ടും പഠിക്കട്ടെ കുട്ടികൾ. അല്ലാണ്ട് ഗവൺമെന്റ് സ്കൂളാണെന്ന് കരുതിയിട്ട് കുട്ടികളൊക്കെ പഠിച്ചാൽ മതി, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാച്ച് ഫുള്ളാക്കാൻ അടുത്ത ക്ലാസ്സിൽ കുട്ടികൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനാണ് നിൽക്കേണ്ടത്. ഇത്രയും കാലം നിന്ന പോലെ അല്ലല്ലോ നിൽക്കേണ്ടത്. നമ്മളും ആലോചിക്കണം, നമുക്കതൊന്നും അറിയില്ലല്ലോ, നീ പഠിക്കണ്ടേ, പഠിച്ചിട്ട് പോയാൽ മതി. അത് നോർമൽ സംഭവമായിട്ട് എടുക്കണം. മനസ്സിലായോ? നിങ്ങൾ തോറ്റു പോകാനാണ് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കാന്നുള്ള ചിന്ത വേണ്ട. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പഠിക്കാനുണ്ട്, ഞാനത് പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, നിങ്ങൾ പഠിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാനത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയിക്കോളാം. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ അച്ഛനോ അമ്മയൊക്കെ ആണെന്ന് കാണണമെങ്കിൽ കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾക്ക് വിഷമം ഉണ്ടാവും ഇങ്ങനെ ഒരു ന്യൂസ് പെട്ടെന്ന് കണ്ടപ്പോൾ. അതൊരു വിഷമവും വേണ്ട കേട്ടോ. എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ 3ാം ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ +1 പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് ക്ലാസ് ടെസ്റ്റിൽ കിട്ടിയത്, അതായത് മോഡൽ എക്സാം, മെയിൻ എക്സാം, +1 +2ലേക്ക് പോകുന്നതിൻ്റെ മെയിൻ എക്സാമാണ്. അതിൽ മോഡൽ എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് 4 മാർക്ക്. ഞാൻ തോറ്റു, ഇംഗ്ലീഷ് പരീക്ഷ ഞാൻ പൊട്ടി, എനിക്കറിഞ്ഞൂടെ. അത് കഴിഞ്ഞ് +2 എത്തിയപ്പോൾ രാവിലെ 9 മണിക്ക് സ്കൂൾ തുറക്കാൻ തോന്നുന്നു, ക്ലാസ് കൊടുക്കാൻ. അതിന് 1 മണിക്കൂർ മുന്നേ എന്നോട് വരാൻ പറഞ്ഞു. ആ ഇംഗ്ലീഷിൻ്റെ സാർ സുബ്രഹ്മണ്യൻ സാർ ഉണ്ടായിരുന്നു. സാറ് ഞാനടക്കം കുറച്ച് കുട്ടികളെ എല്ലാ ക്ലാസ്സിലും പിടിച്ചുകൊണ്ട് നിന്നിട്ട് പാസ്സായിട്ട് എന്നെ വിട്ടുകൊള്ളാന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഇരുത്തി പഠിപ്പിച്ചു. പരീക്ഷ പാസ്സായി. എങ്ങനെയോ കാരണം പേടിച്ച് പഠിച്ചിട്ട് പാസ്സായി. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊന്നും അറിയൂലെങ്കിലും അവിടെ ഇരുന്ന് വീണ്ടും നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരും. മനസ്സിലായോ? നമ്മൾ പഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക, പഠിപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് ടീച്ചേഴ്സും കാണിക്കുക. അപ്പോൾ ഞാൻ തോറ്റ പരീക്ഷ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. +2 ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ചിലരൊക്കെ +2 തോറ്റിട്ട് അവർ വീണ്ടും സേ എഴുതിയിട്ട് പാസ്സായി. കുറച്ച് ആൾക്കാർ. നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ കുറേ മടിയന്മാർ. എനിക്കെന്തോ ഭാഗ്യത്തിന് ഞാൻ പാസ്സായി. 10ാം ക്ലാസ്സും പാസ്സായി, +2 പാസ്സായി. അപ്പോൾ നിങ്ങളും പഠിച്ച് പാസ്സാവുക. 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിച്ച് പാസ്സാവുക. അറിയില്ലെങ്കിൽ ടീച്ചേഴ്സ് ഇനി എന്തായാലും നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയും, ധൈര്യമായിട്ടിരുന്നു. ഞാനത് പഠിച്ചിട്ടില്ല, അതിനി പഠിച്ചിട്ടേ പോകുന്നു പറയാം. ആരും കളിയാക്കും. അഥവാ നിങ്ങൾ ആരെയും കളിയാക്കണമെങ്കിൽ അവരോട് പറയണം, നിന്റെ ഒപ്പം വന്നിരിക്കണമെങ്കിൽ നീ പഠിച്ച കാര്യങ്ങൾ ഞാൻ കൂടി പഠിക്കണ്ടേ? അത് പഠിക്കാണ്ട് അവിടെ വന്നിരുന്നിട്ട് അവിടെ നിന്ന് നീ ഷൈൻ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കാനല്ലേ? അത് വേണ്ട. ഞാൻ പഠിച്ചിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഷൈൻ ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വന്നോളാം. കേട്ടോ? അവർ പഠിച്ചു പോരാ, നീ പിന്നാലെ അവിടെ എത്തിയാൽ മതിയെന്ന്. അത് ഏത് മോനായാലും മോളായാലും കേൾക്കുക, മനസ്സിലായിക്കോട്ടാ. വിഷമിക്കരുത്. ഈ ന്യൂസ് കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഇത് നല്ല കാര്യമാണ്. മനസ്സിലായോ? നിങ്ങളെ മടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. മടി പിടിച്ചിരിക്കണ്ട, ജസ്റ്റ് പാസ് മാർക്ക് മതിയെന്ന് പഠിച്ചോട്ടാ. എല്ലാവരും പഠിക്കും. നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചിട്ട് തീരുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അത്രേ ഉള്ളൂ.